ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് സാറിന് പറയാനുള്ളത്? വിദ്യുച്ഛക്തി ഉൽപാദനം. അത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാടിൻ്റെ വിദ്യുച്ഛക്തി ഉൽപാദന മേഖല ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുക. അതിൻ്റെ കാരണം ജല പദ്ധതികളെ ആശ്രയിച്ച് ഇത് നമുക്കറിയാം, ജലവൈദ്യുതികളെ പദ്ധതികളെ മാത്രം ആശ്രയിച്ചാണ് ഇന്ന് കേരളത്തിലെ വൈദ്യുതി ഉൽപാദന മേഖല നിലകൊള്ളുന്നത്. അങ്ങനെ ജലവൈദ്യുതി പദ്ധതികളെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഒരു സംസ്ഥാനം ഇന്ന് കേരളം മാത്രമേ ഉള്ളൂ. ഇന്ന് കേരളത്തിൻ്റെ വെളിയിലേക്ക് അന്യ സംസ്ഥാനത്തേക്ക് പോയാൽ പോലും, അപ്പം നമ്മൾ മദ്രാസിലേക്കോ ഡൽഹിയിലേക്കോ ബോംബെയിലേക്ക് പോയാൽ പോലും മറ്റുള്ള സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വിദ്യുച്ഛക്തി ഉൽപ്പാദനം അവർക്ക് ആവശ്യമായ തോതിൽ ഇന്ന് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങൾ ഇപ്പം ദുബായ് ആയതും ബഹ്റിനായതും ഖത്തറായതും അല്ലെ ഈവൻ അമേരിക്ക, കാനഡ തുടങ്ങിയ മറ്റുള്ള അല്ലെ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ജലപദ്ധതി ആശ്രയിച്ചല്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, കാനഡയിലെ നയോഗ്ര വെള്ളച്ചാട്ടത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലുത്. പക്ഷെ അവിടെ പോലും വൈദ്യുതി ഉൽപ്പാദനം, കാനഡയിലെ വൈദ്യുതി ഉൽപ്പാദനം വെള്ളച്ചാട്ടത്തെ ആശ്രയിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു മേഖല നമുക്ക് വിദേശ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു കപ്പാസിറ്റി നമ്മുടെ കേരളത്തിനുണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള വിദേശ പ്രവാസികൾ കേരളത്തിൽ വന്നൊരു നല്ലൊരു ബിസിനസ്സോ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുള്ളൂ. അതിനുള്ള കാരണം ഇപ്പം ഞങ്ങൾ തന്നെ പണ്ട് പല വിദേശ പ്രവാസികളായ മലയാളികൾ ഇവിടെ വന്ന് സംരംഭങ്ങൾ തുടങ്ങി. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞൊരു മിഷണറീസ് ഇവിടെ കൊണ്ടുവരും, ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ തുടക്കങ്ങളായി കഴിയുമ്പം മെയിനായിട്ട് സംഭവിക്കുന്ന ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രവർത്തന യോഗ്യമായി വരുമ്പം കറണ്ടില്ലെങ്കിൽ നമുക്കിവിടെ ഈ മിഷണറി പ്രവർത്തിക്കുകയല്ലേ, അത് തുരുമ്പെടുക്കും. പിന്നെ ഇത് പെയിൻ്റ് അടിക്കാനും ഇത് വേറെ രീതിയിൽ ഇതിനെ നമുക്ക് ഉപയോഗശൂന്യമായി ഇത് നശിച്ചു പോവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദേശ ഇന്ത്യക്കാർക്ക് ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ പലരും കേരളത്തിന് പകരം ഇപ്പോൾ തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ബോംബെയിലും ഡൽഹിയിലും ഗുജറാത്തിലും ഒക്കെ പോയി ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണത്തിന് കോട്ടയം ഇപ്പം ഒരു കുമരകം എന്ന് പറയുന്ന ഒരു ടൂറിസം മേഖലയാണ്. ഈ ടൂറിസം മേഖല എന്ന് പറയുന്നത് അവിടെ തന്നെ ഒരു പാതിരാമണൽ ഇങ്ങനെയുള്ള പല നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പം വളരെ വിദേശികൾ ഇവിടെ വന്ന് അത് കാണുവാനും അതിനെ എൻജോയ് ചെയ്യാനും അറബിക്കടലിലെ റാണി എന്ന് വിളിക്കുന്ന കൊച്ചി ഇവിടെ കായലുണ്ടല്ലോ, വേമ്പനാട്ട് കായലിലൂടെ ഉല്ലാസയാത്ര നടത്താനൊക്കെ താല്പര്യമുള്ളവർ. അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അവിടെ ഇല്ല. അവർ വരുന്ന വഴി റോഡുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ഒരു പ്രാവശ്യമേ വരുള്ളൂ. മൊത്തം മാലിന്യം, മൊത്തം വല്ല കുഴി. രണ്ടാമത് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അടിസ്ഥാനപരമായ ടോയ്ലറ്റുകളോ അവർക്കുള്ള റെസ്റ്റോറൻറ്റുകളോ നല്ല രീതിയിൽ അവരെ താമസിക്കാനോ ഇന്ന് കുറച്ച് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് വഴിയിൽ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനോ അവർക്ക് വേണ്ട സംവിധാനങ്ങളോ ഇല്ല. ഇപ്പം ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഒന്നെങ്കിൽ നമ്മൾ ചൈനയിലെ പോലെ നമ്മൾ കുട ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വാച്ച് ഉണ്ടാക്കുന്നോ അങ്ങനെയുള്ള കമ്പനികൾ. അപ്പോൾ വലിയൊരു കമ്പനി പ്രൊഡക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സമീപത്തുള്ള എല്ലാവർക്കും തൊഴിലവസരം ഉണ്ടാവും. അപ്പോൾ 10,000 പേർക്ക് ചിലപ്പോൾ ഒരു കമ്പനി വന്നു കഴിയുമ്പോൾ അതിനോട് സ്കൂളായി, അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഹോട്ടൽസുകളായി, അതിനോടനുബന്ധിച്ച് അതിൻ്റെ ടാക്സി ഡ്രൈവേഴ്സായി, ക്ലീനേഴ്സായി, ബിൽഡറായി. അപ്പം പല രീതിയിലുള്ള വ്യത്യസ്തമായ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. അപ്പോൾ ഇത്രയും പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതികൾ നമുക്കിവിടെ നടപ്പാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കേരളത്തിൽ തൊഴിലില്ലെന്നും പറഞ്ഞ് നടക്കുക. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് സൗദിയിലും ദുബൈയിലൊക്കെ ആൾക്കാർ പോയി പെയിൻ്റ് അടിക്കാനും നമ്മുടെ കേരളത്തിൽ ഇവിടെ ഇഷ്ടംമാതിരി അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും വിനിയോഗിക്കാതെ ഇപ്പോൾ ദുബൈയിലൊക്കെ പോയാണ് ആൾക്കാർ ഈ കൊടും ചൂടത്ത് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊടും ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് അറിയാം, ഇപ്പം ദുബായ് 50 വർഷം കൊണ്ടാണ് ദുബായ് ആയത്. 50-60 വർഷക്കാലം കൊണ്ടാണ്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുന്ന 60 വർഷമായി. പക്ഷേ ദുബായ് അല്ലെങ്കിൽ സൗദി, ബഹ്റിൻ, ഖത്തർ ഇങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം ഒരു 50 വർഷക്കാലം കൊണ്ട് വളരെയധികം മുന്നോട്ട് പോയി. പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വന്ന അതേ സ്ഥാനത്തു നിന്നും അല്പം ഒരു 10% വളർച്ചയെ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള രാജ്യങ്ങൾക്ക് 90% വളർച്ച പ്രാപിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം പല നിന്നുള്ള ആൾക്കാർ അവിടെ വരികയും അവരുടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആദ്യമേ റോഡിന് വികസിപ്പിച്ചു. രണ്ടാമത് അവിടെ വിദ്യുച്ഛക്തി ഉൽപ്പാദനം സ്വന്തമായിട്ട് വിദേശ രാജ്യങ്ങൾക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ പലർക്കും അവരുടെ മുതൽ മുടക്ക് അവിടെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാനുള്ള ഒരവസരം കിട്ടി. അപ്പോൾ അങ്ങനെ അതപ്പം പല കെട്ടിടങ്ങൾ വളർന്നു. ഒന്നും ഉറപ്പില്ലാത്ത മണലാരണ്യത്താണ് ഇത്രയും വലിയ കെട്ടിടങ്ങൾ പണിത്. അപ്പം ഇവിടുന്ന് പിന്നെ ആൾക്കാർ അവിടെ പോയി ജോലി ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം, ഇതുപോലൊരവസ്ഥ നമ്മുടെ കേരളത്തിൽ വന്നാൽ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. കേരളത്തിൽ നമുക്ക് എല്ലാവിധ സമൃദ്ധമായ കാലാവസ്ഥ,
ഇതൊരു ദൈവം അനുഗ്രഹിച്ച് നൽകിയ നല്ല സുന്ദരമായ കാലാവസ്ഥയാണ്. ഗോഡ്സ് ഓൺ കൺട്രിയുടെ അർത്ഥം പലർക്കും ഇത് അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം നമുക്ക് നമ്മുടെ രാജ്യം ചൂടാക്കണ്ട, തണുപ്പിക്കേണ്ട. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ മിഡിൽ ഈസ്റ്റ്, ദുബായ്, ബഹ്റൈൻ അല്ല ഖത്തർ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ അപ്പോൾ ആ രാജ്യം സജ്ജമാക്കാൻ ഒരു ദിവസം കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് മുതൽ മുടക്കേണ്ടത്. അപ്പം അങ്ങനെ മുതൽ മുടക്കി ആ രാജ്യം തണുപ്പിക്കണം. അത് മെയിനായിട്ടും എയർ കണ്ടീഷൻ ചെയ്യണം, കാറ്, വീട്, ബാക്കിയുള്ള അവർ പോകുന്ന ബാക്കിയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അങ്ങനെ അത്രയും മുതൽ മുടക്കി ആ രാജ്യം സജ്ജീകരിച്ച് അതിനെ ഈ അറ്റ്മോസ്ഫിയർ ആക്കി എടുക്കുമ്പോൾ തന്നെ അവർക്ക് എത്രയോ മുതൽ മുടക്കാൻ പറ്റുന്നത്. ഇപ്പം അതിന് ഉദാഹരണമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, അവിടെ കൊടും തണുപ്പാണ് മിക്കവാറും. അപ്പോൾ ആ രാജ്യം ചൂടാക്കണം. അപ്പോൾ ചൂടാക്കാനായിട്ട് അവർ ചെലവിടുന്നത് അവിടെയും അനേക കോടികൾ മുടക്കിയാണ് ഒരു ദിവസം അതിനെ ക്രമീകരിക്കുന്നത്. അപ്പം ഇത്രയും പൈസ മുതൽ മുടക്കി ആ രാജ്യം അന്നത്തെ ദിവസത്തേക്ക് സജ്ജീകരിക്കുമ്പം നമ്മുടെ കേരളത്തിൽ ഇതുപോലൊരു പ്രൊജക്റ്റ് വരുവാണെങ്കിൽ ഇതിനെ ചൂടാക്കണ്ട, തണുപ്പിക്കേണ്ട, അത്രയും പൈസ നമുക്ക് ലാഭമാണ്. അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ വ്യവസായ മേഖലകളോ ഫാക്ടറികളോ കമ്പനികളോ നമ്മുടെ കേരളത്തിൽ വന്നാൽ അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ അവർക്ക് അനേകം പേർക്ക് തൊഴിലവസരം കിട്ടും. അപ്പം നമ്മൾ ആ തൊഴിലവസരങ്ങളെ മറികടന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ വികസിത പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. ഈ അടുത്ത കാലഘട്ടങ്ങളിലായി ഒരു പ്രവാസികാര്യ വകുപ്പുണ്ടെന്നും ആ പ്രവാസികാര്യ വകുപ്പ് എന്താണ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്യുന്നതിനെ പറ്റി കൂടുതൽ അടുത്തറിയാൻ ഇടയായത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വയലാർ രവി സാർ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ മലയാളികളുടെയോ അവരുടെ ക്ഷേമങ്ങളെപ്പറ്റി അന്വേഷിക്കുകയും എന്തെങ്കിലും മലയാളി സംഘടനയോ അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹം അവിടെ വന്നെത്തി നമ്മളുമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രവാസികാര്യ വകുപ്പ് മന്ത്രി ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നല്ല രീതിയിലുള്ള പ്രവാസികളെ സപ്പോർട്ട് ചെയ്യണമെന്ന ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ യൂറോപ്പിലും അതായത് ജർമ്മനിയിലെ, സ്വിറ്റ്സർലൻഡിലെ, അല്ലെ ഇംഗ്ലണ്ടിലെ, അമേരിക്കയിലെ പല രാജ്യങ്ങളിലും അദ്ദേഹം വരികയും ഞങ്ങൾ നടത്തുന്ന പല പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വെച്ച് പ്രവാസികൾ ആവശ്യപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുകയും അപ്പം പ്രവാസികളായ ആൾക്കാർ ഇപ്പം കൂടുതലും ഗൾഫ് മേഖലകളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ മേഖലകളിൽ അല്ലെങ്കിൽ അമേരിക്കൻ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടതൊരവസ്ഥയായിരുന്നു. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്ത് അതിന് വേണ്ട പ്രത്യേക നടപടികൾ സ്വീകരിക്കുകയും ഇന്നൊരു പ്രവാസികൾക്ക് വോട്ടവകാശം ആകത്തക്ക രീതിയിലുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയും. പക്ഷേ ഇനി അത് പ്രായോഗികമായി നടപ്പാക്കണമെങ്കിൽ മറ്റുള്ള ചില പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഈ വർഷം മുതൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യാശ പ്രവാസികൾക്കുണ്ട്. അപ്പോൾ പ്രവാസികളായ ഞങ്ങളുമായിട്ട് ഒരു ആലോചിച്ച് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളോട് ആലോചിച്ച് നല്ലൊരു ഭരണ സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളങ്ങ് ആഗ്രഹിക്കുന്നു. കാരണം എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബേസിക് വിദേശത്തുള്ള മലയാളികളുടെ ഐഡിയകളോട് ഉൾപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നല്ല കേരളത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും.